എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊരു മലയാള നടനും നേടാനാവാത്ത തെലങ്കാന സർക്കാരിന്റെ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് സ്വന്തമാക്കി നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക. വെങ്കി ആള്ളൂരി രചിച്ച് സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കറിലൂടെ തെലങ്കാന സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കി DQ. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് ഈ ചിത്രത്തിലൂടെ DQ നേടിയെടുത്തിരിക്കുന്നത്. 2024 റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രങ്ങൾക്കായുള്ള പുരസ്കാരങ്ങളിൽ 4 എണ്ണമാണ് DQ സൽമാൻ നായകനായി എത്തിയ ലക്കി ഭാസ്കർ നേടിയെടുത്തിരിക്കുന്നത്. മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് DQ നേടിയെടുത്തപ്പോൾ 2024 മൂന്നാമത്തെ മികച്ച ചലച്ചിത്രം, മികച്ച എഡിറ്റർ, മികച്ച തിരക്കഥാകൃത്ത് എന്നീ പുരസ്കാരങ്ങളാണ് ലക്കി ഭാസ്കർ നേടിയെടുത്തിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മെഗാസ്റ്റാർ ഈസ് ബാക്ക്. സ്റ്റൈലിഷ് മമ്മൂട്ടി ചിത്രങ്ങൾ ഏറ്റെടുത്ത് ആരാധകർ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് ഫോട്ടോഗ്രാഫർ. നിമിഷങ്ങൾക്കിടയിലെ നിമിഷങ്ങൾ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഫോട്ടോഷൂട്ടിനിടെയുള്ള ചിത്രങ്ങൾ എന്നാണ് സൂചന. ഓഫ് വൈറ്റ് കോസ്റ്റ്യൂമിലുള്ള മമ്മൂക്കിയുടെ സ്റ്റൈലിഷ് ലുക്ക് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ചിത്രം വളരെ പെട്ടെന്ന് തന്നെയാണ് ചർച്ചയായത്. ഈ ചിത്രങ്ങളുടെ താഴെയായി കമന്റുകൾ സെലിബ്രിറ്റികളടക്കം ഒട്ടേറെ ആരാധകരും എത്തിയിരിക്കുകയാണ്. ദ കിങ് ഈസ് ബാക്ക്. നീ വാ തലേവ. 73 അതോ 37 ഇദ്ദേഹത്തിന്റെ പ്രായം? ആ ഒരു കമന്റും ഇതിനിടയിൽ ഒരുപാട് വന്നിരുന്നു. എന്തായാലും ആരാധകരും സിനിമാ പ്രേമികളും മമ്മൂക്കയുടെ ശക്തമായ ഒരു തിരിച്ചുവരവിന്, സെറ്റിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവിനെ കാത്തിരിക്കുകയാണ്. ഇനി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ, ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രമായെത്തി മലയാള സിനിമയുടെ ചരിത്ര വിജയം നേടിയ തുടരുമെന്ന സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രത്തിന്റെ OTT സ്ക്രീനിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ അപ്ഡേറ്റുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.